ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ മോട്ടറോളയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മോട്ടറോളയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 7000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G04 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. ഇതിൽ HD റെസൊല്യൂഷനാണ് വരുന്നത്. പക്ഷേ പഞ്ചോൾ ഡിസൈനും 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. യൂണി SoC T606 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 16 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊന്നും വരുന്നില്ല. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G24 പവർ എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTekന്റെ Helio G85 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. അതുപോലെ തന്നെ 6000 mAh ബാറ്ററിയും 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. ബാറ്ററി അപ്പം ഈ ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം 8000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പം ഈ ഒരു ഫോണിൽ HD റെസൊല്യൂഷനേ വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ മോട്ടോ G14 എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. 8500 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+LCD ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ പല ഡൗൺഗ്രേഡ്സും വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനൊക്കെ വരുന്നുണ്ട്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ യൂണി SoC T616 എന്ന പ്രോസസ്സറേ കൊടുത്തിട്ടുള്ളൂ. ബാറ്ററിയുടെ കാര്യത്തിലും ഡൗൺഗ്രേഡ് വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടേ വരുന്നുള്ളൂ. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയെ വരുന്നുള്ളൂ. 8500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഫുൾ HD റെസൊല്യൂഷൻ വേണം എന്നുണ്ടെങ്കിൽ ഈ ഫോൺ എടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ മോട്ടോ G24 പവർ എന്നുള്ള സ്മാർട്ട് ഫോൺ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. പിന്നെ നിങ്ങൾക്ക് 5G ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ 11000 രൂപ പ്രൈസ് റേഞ്ചിൽ മുതൽ തന്നെ നമുക്ക് മോട്ടോറോളയുടെ 5G ഫോണുകൾ കിട്ടുന്നുണ്ട്. മോട്ടോ G34 5G എന്ന ഫോൺ 11000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 13 5G ബാൻഡ്സ് വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ HD റെസൊല്യൂഷനേ ഇതിൽ വരുന്നുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 15000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G64 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7025 എന്നുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 14 5G ബാൻഡ്സ് വരുന്നുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 6000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 15000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ 5G സപ്പോർട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് OLED ഡിസ്പ്ലേയും കൂടി വേണം എന്നുണ്ടെങ്കിൽ 19000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G84 5G എന്ന ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+P OLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 14 5G ബാൻഡ്സ് വരുന്നുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ മോട്ടോറോളയുടെ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 21000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ എഡ്ജ് 40 Neo എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+P OLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം കർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 7020 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. പിന്നെ 50+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 21000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ മോട്ടോ എഡ്ജ് 40 എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. അതിലോട്ട് വരുമ്പോൾ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 8020 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4400 mAh ബാറ്ററി വരുന്നുള്ളൂ. പക്ഷേ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം 27000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫീച്ചേഴ്സ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ
മോട്ടറോളയുടെ വളരെ തിന്നായിട്ടുള്ള അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ എഡ്ജ് 30 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. വെയിറ്റ് 155 ഗ്രാം മാത്രമേ വരുന്നുള്ളൂ. തിക്നെസ് 6.8 mm മാത്രമേ വരുന്നുള്ളൂ. പിന്നെ സ്നാപ്ഡ്രാഗൺ 778G+ എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 12 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 6.55 ഇഞ്ചിന്റെ ഫുൾ HD+P OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10 ബിറ്റ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 50+50+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. പിന്നെ 4020 mAh ബാറ്ററി വരുന്നുള്ളൂ. അത് ശ്രദ്ധിക്കണം. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. 25,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ 32,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം മോട്ടറോളയുടെ മോട്ടോ എഡ്ജ് 50 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. ഇതിൽ 6.7 ഇഞ്ചിന്റെ 1.5K P OLED ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കർവ്ഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. 15 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 50+13+10 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഇതിൽ നല്ലൊരു ക്യാമറ പെർഫോമൻസ് ഒക്കെ വരുന്നതായിരിക്കും. പിന്നെ 4500 mAh ബാറ്ററിയും 125 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. 32,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഫോൾഡബിൾ ഫോൺസ് വേണം എന്നുണ്ടെങ്കിൽ മോട്ടറോളയുടെ ഭാഗത്ത് നിന്ന് 2 ഫോൾഡബിൾ ഫോൺസ് വരുന്നുണ്ട്. മോട്ടോ റേസർ 40 അതുപോലെ തന്നെ മോട്ടോ റേസർ 40 അൾട്രയും. ഇതിൽ മോട്ടോ റേസർ 40 എന്നുള്ള സ്മാർട്ട് ഫോൺ 45,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ പുറത്തും ചെറിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. പുറത്ത് 1.5 ഇഞ്ചിന്റെ ഒരു OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 64+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4200 mAh ബാറ്ററിയും 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 5 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 45,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇതല്ലാതെ മോട്ടോ റേസർ 40 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇപ്പോൾ മെയിൻ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷെ അതിൽ എക്സ്ട്രാ ആയിട്ട് 165 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ പുറത്ത് കുറച്ചും കൂടി വലിയ 3.6 ഇഞ്ചിന്റെ ഒരു OLED ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സറും ഇതിൽ വരുന്നുണ്ട്. 12+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. പിന്നെ 3800 mAh ബാറ്ററി ഇതിൽ വരുന്നുള്ളൂ. 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 5 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 70,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് മോട്ടറോളയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാനേതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.